വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മധ്യത്തിൽ ആയിരിക്കാൻ ദൈവം നൽകിയ നല്ല അവസരത്തിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. एक और बार आप सबके बीच में परमेश्वर के वचन के साथ आ पाए, इसलिए मैं परमेश्वर का धन्यवाद करता हूँ। ഈ പുതിയ വർഷത്തിന്റെ മൂന്നാമത്തെ ദിവസം അല്ലെങ്കിൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആയിരിക്കാൻ ദൈവം സഹായിച്ചല്ലോ. इस साल के शुरुआती दिनों में ही परमेश्वर ने ऐसा एक मौका हमारे जीवन में दिया कि हम सभी एक साथ परमेश्वर की हजूरी में आ पाए। കഴിഞ്ഞ വർഷം ദൈവം നമുക്ക് ഏറ്റവും നല്ലവനായിരുന്നു. और पिछले बीते हुए एक पूरे साल में परमेश्वर हमारे लिए अच्छा था, भला था। ഈ വർഷത്തിലും ദൈവത്തിന്റെ സമയം വരെ അല്ലെങ്കിൽ ദൈവം നമുക്ക് ഈ വർഷം മുഴുവൻ തരുന്നുവെങ്കിൽ അതും ഏറ്റവും മനോഹരമായി തീരും. और इस पूरे साल में भी जो समय परमेश्वर हमें देता है, या ये एक पूरा साल अगर परमेश्वर हमें देता है, परमेश्वर हमारे लिए अच्छा होगा, भला होगा। കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. और पिछले कुछ हफ्ते हमने परमेश्वर के पुनर्आगमन के बारे में कुछ बातें सीखा। ഇന്ന് നമുക്ക് ആ വിഷയത്തിലേക്ക് തന്നെ കടന്നു വരാം. और आज फिर से हम अपने ध्यान को इसी चीज के ऊपर या इसी बात के ऊपर केंद्रित करेंगे। അതിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചിലപ്പോൾ ഊന്നൽ കൊടുത്ത് ഞാൻ പറഞ്ഞുവെങ്കിലും നമ്മുടെ വിഷയം അതായതുകൊണ്ട് അതിനെ ഒന്ന് ടച്ച് ചെയ്ത് നമുക്ക് ചില വിഷയങ്ങൾ പഠിക്കാം. और उसके साथ बंधित कुछ बातों के ऊपर मैंने थोड़ा जोर दिया, लेकिन वो हमारा विषय नहीं था। आज हम पूरी तरह अपने ध्यान को परमेश्वर के पुनर्आगमन के ऊपर केंद्रित करेंगे। യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം ഒന്ന് വായിക്കും. और यूहन्ना का सुसमाचार उसका 14 का 2, अगर आप में से कोई पढ़ के मदद कर सकता है तो करिए। मेरे पिता के घर में बहुत से रहने के स्थान हैं। यदि ना होते तो मैं तुमसे कह देता, क्योंकि मैं तुम्हारे लिए जगह तैयार करने जाता हूँ। യേശു പറയുകയാണ്, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. और यहाँ यीशु मसीह ऐसे कहते हैं कि मेरे पिता के घराने में बहुत सारे रहने की जगह है। പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഒരു സ്ഥലം ഒരുക്കുവാൻ പോകും. परंतु यहाँ यीशु मसीह कहता है, इन सब के बावजूद भी मैं आप लोगों के लिए, तुम्हारे लिए एक जगह को बनाता हूँ, तैयार करता हूँ। ഈ യോഹന്നാന്റെ സുവിശേഷം 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണുള്ളത്. और ये पूरा सुसमाचार 2 बहुत ही महत्वपूर्ण हिस्सों में बटा हुआ है। 1 മുതൽ 13 വരെയുള്ള ഭാഗങ്ങളും 14 മുതൽ 21 വരെ, അങ്ങനെ രണ്ടായിട്ട് നമുക്ക് ഇതിനെ തിരിക്കുവാൻ കഴിയും. और 1 से लेके 13 तक और उसके बाद 14 से लेके 21 तक इस तरीके से 2 हिस्से में ये विभाजित किया हुआ है। 1 മുതൽ 13 വരെയുള്ള ഭാഗങ്ങളിൽ വചനമായ ക്രിസ്തു മനുഷ്യന്റെ ജീവനും ജീവസഹായവുമായിരിക്കേണ്ടതിന് ദൈവത്തെ മനുഷ്യനിലേക്ക് കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ ജഡാവതാരത്തിലൂടെ എപ്രകാരം വന്നു എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, വചനമാകുന്ന യേശു ക്രിസ്തു ജഡാവതാരത്തിലൂടെ എപ്രകാരം വന്നു എന്ന് കാണിക്കുന്നതാണ് 1 മുതൽ 13 വരെയുള്ള ഭാഗം. और पहला हिस्सा इस चीज के ऊपर जोर देता है कि किस तरह ये परमेश्वर, जो अपने आप में बहुत पवित्र था, जो अपने आप में एक भगवान था या परमेश्वर था, वो कैसे मानव रूप लेके इस संसार में आता है ताकि वो मानवता और परमेश्वर को एक कर सके। 14 മുതൽ 21 വരെയുള്ള ഭാഗങ്ങളില് ദൈവനിവാസത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി മനുഷ്യനെ ദൈവത്തെങ്കിലേക്ക് കൊണ്ടുവരുവാൻ മനുഷ്യനായ യേശു എന്ന നിലയിൽ ക്രിസ്തു മരിച്ചതിനെ കുറിച്ചും, അല്ലെങ്കിൽ കെട്ടുപണി ഒത്തിരി വിശദീകരിക്കേണ്ട, പെട്ടെന്ന് പറഞ്ഞാൽ ഒരു സഭയുടെ അല്ലെങ്കിൽ പുതിയ യെരൂശലേമിന്റെ കെട്ടുപണിയോടുള്ള ബന്ധത്തിലാണ് ആ ഭാഗത്തെ കാണിക്കുന്നത്.
और दूसरा हिस्सा जो 14 से 21 के बीच में है, उसमें हम देख सकते हैं परमेश्वर बताता है या ये सुसमाचार बताता है कि किस तरह परमेश्वर नए यरूशलेम को या नए सभा को किस तरह बनाएगा, उसके पूरे बनाने की प्रक्रिया के ऊपर ये बताया गया है। ഒരു വലിയ വിശദീകരണങ്ങളും വലിയ ആഴമേറിയ ചിന്തകളുമുള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ. और वो बहुत ही गहरा चिंतित और बहुत ही गहरा ज्ञान की बातें उसमें लिखी हुई है। ഈ യോഹന്നാന്റെ സുവിശേഷം और यहाँ നമുക്ക് ये जो അറിയാം, ബൈബിളില് 4 സുവിശേഷങ്ങളാണ് ഉള്ളത്. और हम सभी जानते हैं कि वचन में 4 सुसमाचार है। മത്തായിയുടെ സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം, അല്ലെങ്കിൽ ലൂക്കോസിന്റെ, പിന്നെ യോഹന്നാന്റെ സുവിശേഷം. हम ये 4 सुसमाचार को जानते हैं, जैसे मत्ती हो गया, लूका हो गया, ऐसे हम ये चारों के नाम को जानते हैं। ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും എന്തിനാണ് ഈ 4 സുവിശേഷം? और शायद हमने कई बार सोचा होगा कि इस 4 सुसमाचार की जरूरत क्या है। 4ലെയും ഉള്ളടക്കം യേശുവാണ്. യേശുവിന്റെ ജീവിതം, യേശു വന്നത് എന്തിന്, യേശുവിന്റെ പ്രവർത്തികള്, അവന്റെ മരണം, അവന്റെ ഉയർത്തെഴുന്നേൽപ്പ്, ഇതൊക്കെയാണ് ഈ 4 സുവിശേഷത്തിലും അടങ്ങിയിരിക്കുന്ന സത്ത എന്ന് പറയുന്നത്. इस चारों सुसमाचार में यीशु मसीह के बारे में, यीशु मसीह के जीवन के बारे में, यीशु मसीह संसार में क्यों आया, उसी के बारे में लिखा गया है, उसी के बारे में विवरण किया गया है। പലരും ചിന്തിക്കുന്നു 4 കൂടെ ഒറ്റ ബുക്കിന്റെ അകത്താക്കിയാൽ മതിയായിരുന്നല്ലോ. और कई लोग ऐसे सोचते हैं या ऐसे सोचने पाते हैं कि अगर क्यों ऐसा नहीं किया गया कि ये चारों सुसमाचार को एक ही पुस्तक में मिला दिया गया, एक ही पुस्तक बना दिया क्यों नहीं गया? പണ്ട് സഭാപിതാക്കന്മാരൊക്കെ ഈ വിഷയത്തിന്മേൽ ഒത്തിരി തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലരും ഇതിന് ഒന്നാക്കിയാൽ മതി എന്നുള്ള നിലയില് പലവരും വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും അതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് ഇന്നും ആ 4 സുവിശേഷം നമ്മുടെ കയ്യിൽ നിൽക്കുകയാണ്. और जो पुरानी कलीसिया के जो फादर्स होते थे, वो लोग कहीं बार बात के ऊपर उन्होंने एक दूसरे से बात किया हुआ है कि और वो सभी एक दूसरे से कहते थे कि इसको अगर एक बुक में किया गया तो या एक पुस्तक में किया गया तो वो अच्छा होगा। लेकिन परंतु इन सब के बावजूद भी आज भी हमारे हाथ में, हमारे पास ये चारों सुसमाचार मौजूद है। 4 വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട്, 4 വ്യത്യസ്തമായ കോണുകളിൽ നിന്നുകൊണ്ട്, വ്യത്യസ്തമായ വീക്ഷണകോണുകളിൽ നിന്നുകൊണ്ടാണ് ഈ 4 പേരും ഈ സുവിശേഷം എഴുതിയിരിക്കുന്നത്. और ये चारों सुसमाचार विभिन्न परिस्थितियों में, विभिन्न तरीके से और विभिन्न प्रकार की जो परमेश्वर के प्रति जो उनकी विचारधारा थी, उसके द्वारा लिखी गई है। മത്തായിയും എഴുതിയത്, അല്ലെങ്കിൽ മർക്കോസ് എഴുതിയത്, ലൂക്കോസ് എഴുതിയത് എല്ലാം വിവിധ പശ്ചാത്തലങ്ങളിൽ അല്ലെങ്കിൽ വിവിധ സ്റ്റൈലിലാണ് എഴുതിയിരിക്കുന്നത്. चाहे वो सुसमाचार मत्ती ने लिखा हो, मरकुस ने लिखा हो, लूकोस ने लिखा हो, ये सारे सुसमाचार एक दूसरे के प्रति विभिन्न है, विभिन्न परिस्थितियों में लिखी गई है, विभिन्न विचारधारा में लिखी गई है। ഞാൻ ആ ഭാഗങ്ങളിലൊന്നും കൂടുതലായിട്ട് പോകുന്നില്ല, ഒത്തിരി അത് പഠന വിഷയമാണ്. എങ്കിലും ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. और मैं उस चीज के ऊपर ज्यादा जोर नहीं देना चाहता, उसकी ज्यादा गहराई में जाना नहीं चाहता, परंतु उसके बारे में कुछ बातें आपके बीच में बांटना चाहूंगा। മത്തായിയും മർക്കോസും ലൂക്കോസും എഴുതിയത് ആ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ സമവീക്ഷണ സുവിശേഷം അല്ലെങ്കിൽ സിനോപ്റ്റിക് ഗോസ്പൽ എന്ന രീതിയിൽ നമ്മൾ അതിനെ പഠിക്കും. യോഹന്നാനെ ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ പഠിക്കുകയും ചെയ്യും. और मत्ती, मरकुस और लूकोस का जो सुसमाचार है, इस तीनों को एक समान की सुसमाचार या सिनोप्टिक गॉस्पेल नाम देके पुकारा जाता है, परंतु यहाँ ये जो यूहन्ना का सुसमाचार है, इसे हम एक अलग रूप में देखते हैं, एक अलग श्रेणी में रखा जाता है इसे। ഈ യോഹന്നാന്റെ സുവിശേഷം എഴുതിയത് AD 90-ലാണ്, 90 കാലഘട്ടത്തിലാണ്, AD 90. और यहाँ यूहन्ना का सुसमाचार कुछ समय अगर हम बोले जाए AD 90 के आसपास कुछ लिखा गया था। അതായത് AD 30-കളിൽ യേശുവിന്റെ മരണം അല്ലെങ്കിൽ പുനരുദ്ധാനം, അത് കഴിഞ്ഞ് ഏകദേശം
60 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സുവിശേഷം എഴുതുന്നത്. और इसका मतलब ये हुआ एडी 30 के आसपास जब यीशु मसीह का क्रूसीकरण हुआ था, उनका मौत हुआ था या उनका पुनरुत्थान हुआ था, उसके कुछ 60 साल के बाद ये सुसमाचार लिखा गया था। മത്തായും മർക്കോസും ഒക്കെ, അല്ലെങ്കിൽ മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നൊക്കെ എഴുതിയ കാലഘട്ടം എന്ന് പറയുന്നത് 50കളുടെ താഴെ, അല്ലെങ്കിൽ മത്തായി എഴുതുമ്പോൾ AD 37-40 കാലഘട്ടങ്ങളിൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു ആവറേജ് ശരാശരി എടുത്താൽ യേശുവിന്റെ മരണത്തിന് ശേഷം ഏകദേശം 20 വർഷങ്ങൾക്ക് ഉള്ളിൽ ഇവരെല്ലാം എഴുതിയിരുന്നു. और अगर हम याद देखें, मत्ती, मरकुस और लूकोस का जो सुसमाचार था वो 50 के आसपास लिखा गया था। अगर हम एक सारांश में देखें तो वो कुछ परमेश्वर के इस पुनरुत्थान के 20 साल के अंदर अंदर लिख दिया गया था। പക്ഷേ യോഹന്നാൻ എഴുതുമ്പോൾ വീണ്ടും ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം AD 90, ഏകദേശം യേശുവിന്റെ മരണത്തിന് ശേഷം 60 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് എഴുതുന്നത്. परंतु यहाँ जब हम देखते हैं, यूहन्ना खुद अपने आप में बहुत समय लेने के बाद इस सुसमाचार को लिखता है। लगभग कुछ 60 साल के बाद इस सुसमाचार को लिखना शुरू करता है या उसे पूर्ति करता है। ഇച്ചിരൂടെ അത് പല പഠിതാക്കൾ പറയുമെങ്കിലും മത്തായി 37-40 ഇടയ്ക്കൽ എഴുതി. മർക്കോസ് ആണെങ്കിൽ 67-70കൾക്ക് മുമ്പ് എഴുതി എന്ന് നമുക്ക് കാണാം. അതുപോലെ തന്നെ ലൂക്കോസ് എഴുതുമ്പോൾ AD 60കളിൽ എഴുതി. എങ്കിലും ഒരു ആവറേജ് 20-30 വർഷങ്ങൾ, 50-ന് ശേഷം 60, ആ ഒരു ഇടയ്ക്ക് നമുക്ക് അതിനെ ചിത്രീകരിക്കാം എന്നുള്ളത് ഞാൻ ഒന്ന് ഓർമ്മയിൽ ഇരിക്കുന്നതിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. और यहाँ अगर हम देखें, ऐसा कहा जाता है, अगर उसकी गहराई में हम देखें, मत्ती का सुसमाचार कुछ 30 से 40 40 AD के बीच में लिखा गया था। और उसके साथ साथ मरकुस का था वो 50 AD के आसपास, और जो लूकोस का था वो कुछ 70 AD के आसपास लिखा गया था। ये सारी चीजें हमारी सिर्फ ध्यान में रखने के लिए, हमारी समझ में रखने के लिए कह रहे हैं। ഇതിനു ശേഷം എന്തിന് യോഹന്നാൻ എഴുതി എന്നൊരു ചിന്ത ഇതിന്റെ അകത്ത് വരാം. और इसके बाद हमारे पास, हमारे दिमाग में ऐसा एक विचार आ सकता है कि इन सब के बाद भी यूहन्ना ने इस सुसमाचार को क्यों लिखा। യോഹന്നാനാണ് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ ആദ്യ സഭയിൽ നോർമലായുള്ള മരണം സംഭവിച്ച, ഏറ്റവും പ്രായം കൂടി മരിച്ച ഒരു വ്യക്തി എന്ന് നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാകാൻ കഴിയും. और जब हम पढ़ते, हम इस चीज को समझ पाते कि यूहन्ना परमेश्वर का ऐसे एक चेला था जो बहुत ही साधारण रूप में जिसकी मृत्यु हुई थी, वो, और जो बहुत ही बुढ़ापे में जाके जिसकी मृत्यु हुई थी, वो ऐसा एक चेला था। ബാക്കിയുള്ളവരൊക്കെ രക്തസാക്ഷിത്വം വഹിച്ചവരാണ് കൂടുതൽ പേരും. और बहुत सारे लोग उसमें से, जो जितने लोग थे उसमें से अधिकतर परमेश्वर के लिए खुद रक्त साक्षी बन गए थे या परमेश्वर के लिए गवाह बन के मर गए थे वो। യോഹന്നാന്റെ ശുശ്രൂഷ നടക്കുമ്പോൾ യോഹന്നാൻ യേശുവിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ശിഷ്യനാണ്. യോഹന്നാൻ കൂട്ടത്തിൽ നടന്നതാണ്. യേശുവിന്റെ ഇന്നർ സർക്കിളിൽ ഉള്ളയാളാണ്, അതായത് ഏറ്റവും അടുത്തിടപഴകിയ ആളാണ്. അദ്ദേഹം ഇപ്പോൾ യേശുവിന്റെ മരണത്തിന് ശേഷം ഏകദേശം 60 വർഷങ്ങൾക്ക് ഇപ്പുറം നിന്നുകൊണ്ട് എഴുതുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. और जब हम इस सभी चीजों को देखते हैं, हम यहाँ समझ सकते हैं यूहन्ना जो परमेश्वर के बहुत ही करीबी था, जो परमेश्वर का एक चेला था और जो परमेश्वर के दिल के बहुत करीब था, वो कुछ इतने 60 साल के बाद इस सुसमाचार को लिखता है या उस सुसमाचार को खत्म करता है। അപ്പോൾ തന്നെ യോഹന്നാന്റെ പക്കൽ മത്തായും മർക്കോസും ലൂക്കോസും എഴുതിയ സുവിശേഷങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ അത് കണ്ടിരിക്കാം, അത് വായിച്ചിരിക്കാം, പഠിച്ചിരിക്കാം. ഇതെല്ലാം അനുഭവസ്ഥമാക്കിക്കൊണ്ടാണ് യോഹന്നാൻ ഇത് എഴുതുന്നത് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. और जब हम इसे पढ़ते हैं, हमें यहाँ समझने की ये जरूरत है कि उस समय यूहन्ना के पास मत्ती का सुसमाचार, लूकस का सुसमाचार और ऐसे जो सारे सुसमाचार थे, ये तीनों सुसमाचार उसके हाथ में थे। और इस सुसमाचार को आधारित करके वो अपने इस यूहन्ना के सुसमाचार को लिखता है। അതോടൊപ്പം തന്നെ ഇത് എഴുതുന്ന സമയത്ത് യോഹന്നാൻ എഫേസ്യ ചർച്ചിന്റെ പാസ്റ്ററും ആയിരുന്നു. और इसे लिखते समय यूहन्ना एफेसियस चर्च का एक पादरी भी था या उसको चलाने वाला एक व्यक्ति भी था। അതായത്
പൗലോസ് സ്ഥാപിച്ച എഫേസ്യ സഭയുടെ और इसका अर्थ ये है कि वो एफेसिय कलीसिया जिसकी स्थापना खुद पौलुस ने की थी, ഞാൻ പറഞ്ഞത് ഇത് എഴുതുന്ന സമയത്ത് പൗലോസിനാൽ സ്ഥാപിക്കപ്പെട്ട എഫേസ്യ സഭയുടെ പാസ്റ്ററാണ് ഈ യോഹന്നാൻ എന്ന് പറയുന്നത്. और मैं यहाँ ये कह रहा था कि इसे लिखते समय यूहन्ना पौलुस के द्वारा स्थापित की गई एफेसियस कलीसिया का पादरी था या उसको चलाने वाला एक व्यक्ति था. അതായത് പൗലോസ്, അതിന് ശേഷം തീമത്യോസ്, അതിനുശേഷം യോഹന്നാൻ അപ്പോസ്തലൻ. और पौलुस, उसके बाद तिमोती और उसके बाद यूहन्ना. ആ സമയങ്ങളിൽ തന്നെ പൗലോസ് നിരവധി സഭകൾക്കുള്ള ലേഖനങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്. और उसी समय में पौलुस ने बहुत सारे कलीसियाओं को पत्रियां लिखी हुई है. ഇവിടൊക്കെ നിൽക്കുമ്പോൾ പിന്നീട് എന്തിനായിരിക്കും ആവശ്യം എന്നൊരു ചിന്ത അവിടെ ഉണ്ടാകുന്നുണ്ട്, യോഹന്നാൻ എഴുതാനുള്ള കാരണം. और इस सब को जब हम समझते हैं तो हमें ऐसी एक विचारधारा आ सकती है या हम ऐसे सोच सकते हैं कि इन सब के बावजूद भी इतने सारे सुसमाचार, इतने सारे लेख, इतने सारे पत्र होने के बाद भी यहाँ इस सुसमाचार को लिखने की जरूरत क्या थी. അത് വളരെ ആഴത്തിൽ പഠിക്കണമാണ്. ഞാൻ എല്ലാ കാര്യങ്ങളൊന്നും പറയുന്നില്ല, ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ ഭാഗത്തിലേക്ക് നമുക്ക് കയറാൻ നമുക്ക് ശ്രമിക്കാം. और इसको ये बहुत ही ऐसा एक विषय है जिसे बहुत गहराई में समझने की जरूरत है, परंतु आज मैं उसे ज्यादा गहराई में समझाना नहीं चाहता, परंतु उसकी कुछ एक दो बातें आपके बीच में बताकर हमारे विषय के ऊपर आपके ध्यान को लेके जाना चाहूंगा. പൗലോസ് ഇപ്പോൾ എഫേസ്യ സഭയിലെ പാസ്റ്റർ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. और जैसे अभी मैंने कहा पौलुस उस एफेसी कलीसिया का पादरी था. ആ സഭയുടെ ചില കാര്യങ്ങൾ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ അവിടെ നിൽക്കുമ്പോൾ താൻ അനുഭവിച്ച കാര്യങ്ങൾ, എവിടൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ യേശു വിഭാവനം ചെയ്ത, യേശു ആഗ്രഹിച്ച നിലയിലല്ല ഇത് ചലിക്കുന്നു എന്ന് കണ്ടുകൊണ്ട് അദ്ദേഹം എഴുതുവാൻ തീരുമാനിക്കുകയാണ്. और यहाँ पौलुस इस चीज को समझता है कि उस पूरे एफेसिया की कलीसिया में कुछ परेशानी है जिसे उन्होंने खुद महसूस किया, जिसे उन्होंने खुद समझा, और वो इस चीज को समझता है और वो इस चीज के द्वारा उसे लिखता है वामपत्री. എവിടൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ യേശുവിന്റെ കൂട്ടത്തിൽ നടന്ന യോഹന്നാൻ നോക്കുമ്പോൾ യേശു പറഞ്ഞ നിലയിലല്ല ഇത് ചലിക്കുന്നത്, അല്ലെങ്കിൽ യേശു പറഞ്ഞ നിലയിലല്ല ഇത് കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യോഹന്നാൻ എഴുതാൻ തീരുമാനിക്കുക. और यहाँ ये यूहन्ना जो परमेश्वर का एक चेला था, वो वहां इस कलीसिया का पादरी रहते हुए वो इस चीज को समझता है कि ये पूरे कलीसिया में कहीं ना कुछ दिक्कतें हैं, और वो ये पूरी कलीसिया खुद परमेश्वर या यीशु मसीह की इच्छा के अनुसार जो शिक्षा यीशु मसीह ने दी उसके अनुसार नहीं चल रहा है. और इसके आधारित में यूहन्ना यहाँ इस चीज का फैसला करता है कि वो भी एक समाचार को लिखेगा या वो भी लिखने के लिए शुरुआत करेगा. സഭയിലെ പ്രശ്നങ്ങൾ യാഥാർത്ഥ്യമായി കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ സഭയ്ക്കുള്ളിൽ കടന്നുകൂടിയിരിക്കുന്ന ദുരാചാരങ്ങളും വചനത്തിന് വിരുദ്ധമായി നിലകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും, അല്ലെങ്കിൽ ആ ചില പ്രശ്നങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് യോഹന്നാൻ ഇത് എഴുതിയിരിക്കുന്നത്. और कलीसिया के बीच में होने वाली इस चीज को सच्चाई मानकर, और उसके साथ साथ ये पूरी कलीसिया अपने आप में कुछ बुरी चीजों के अंदर फंसी हुई या पूरी परमेश्वर की जो शिक्षा है उसके विरोध जा रही है, उसे समझकर यहाँ जो प्रेरित यूहन्ना है वो इस चीज को शुरुआत करता है, वो लिखने के लिए शुरुआत करता है. നമുക്കതിന്റെ ആ അധ്യായത്തിന് തന്നെ 15-ാം വാക്യത്തിലേക്കൊന്ന് വരാം. और हम उसी अध्याय के 15 वचन को पढ़ सकते हैं. हमारे ध्यान को 15 वचन की ओर लेके जाएंगे.
അതിനോടൊപ്പം ആരെങ്കിലും ഇത് കണക്ട് ചെയ്യുവാണെങ്കിൽ ഞാൻ ലാപ്ടോപ്പിൽ നിന്ന് കയറുന്ന കണക്ട് ചെയ്യണേ. ഓക്കെ. ഇങ്ങനെയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകൾ കാത്തുകൊള്ളൂ. और यहाँ 15वें वचन में ऐसा लिखा हुआ है कि अगर तुम मुझसे प्यार करते हो तो मेरी आज्ञाओं को भी तुम मानोगे. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ഞാൻ പിതാവിനോട് ചോദിക്കുകയും അവൻ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. और यहाँ ऐसा लिखा गया है कि अगर तुम मेरे से प्यार करते हो तो तुम मेरी आज्ञाओं को रखेंगे, और उसके साथ साथ मैं पिता से कहूंगा और पिता तुम्हारी रखवाली के लिए, तुम्हारे संग रहने के लिए एक और व्यक्ति को तुम्हारे बीच में भेजेगा. ഈ സമയം 16-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, അവിടാണ് ആദ്യമായി അങ്ങനെ ഒരു പദം കാണുന്നത്. കാര്യസ്ഥൻ എന്ന പദം അവിടെ കാണുന്നു. കാര്യസ്ഥൻ. और यहाँ 16वें वचन में वो पहली बार है जब हम एक चीज को देख सकते हैं जहां परमेश्वर ने ये जिक्र किया गया हुआ कि एक रखवाला करने वाले या एक देखभाल करने वाले को मैं तुम्हारे बीच में भेजूंगा. കാര്യസ്ഥൻ എന്ന പദം ആദ്യമായിട്ട് കാണുന്നത് അവിടാണ്. और ये जो पूरा पद है या ये जो यहाँ ये जो विषय है, ये हम पहली बार इस पूरे वचन में पहली बार उसे हम यहाँ देखते हैं, इस वचन में देखते हैं. കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ എന്താണ്? और रखवाला करने वाले या देखभाल करने वाले का अर्थ क्या है? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്റെ അരികിലുള്ള ആൾ, എന്റെ അരികിൽ എന്നോട് ചേർന്ന് നടക്കുന്നതിന്, എനിക്ക് ഉപദേശം പറഞ്ഞു തരുന്നതിന്, എന്നെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നൽകപ്പെടുന്ന ഒരാൾ എന്ന അർത്ഥത്തിലാണ് കാര്യസ്ഥൻ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. और इसे अगर हम एक शब्द में कहेंगे तो इसका अर्थ ये है, ऐसे एक व्यक्ति जो हमेशा मेरे संग संग रहता है, या ऐसे एक व्यक्ति जो हमेशा मेरे साथ साथ रह के मुझे अगुवाई देता है, जो मुझे अपने साथ साथ ले चलता है. എന്നെ ഉപദേശിക്കുവാൻ വേണ്ടി ഒരാളെ നൽകുന്നു. और ऐसे एक व्यक्ति जो हमेशा मुझे उपदेश देता है, हमेशा मुझे सिखाता रहता है. അതിന്റെ 26-ാം വാക്യം ഒന്ന് വായിച്ചേ. 15 ഇപ്പൊ നമ്മൾ വായിച്ച 14-ാം അധ്യായത്തിന്റെ 26. और इसका 14 का 26 कोई पढ़ने में मदद करे. എന്നാൽ പിതാവ് എന്റെ നാമത്തിൽ അയക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങളെ എല്ലാ കാര്യങ്ങളും ഉപദേശിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. और यहाँ ऐसा कहा गया है कि वो पवित्र आत्मा जो तुम्हारी सहायता करेगा, जिसे मेरे पिता ने खुद तुम्हारे बीच में भेजेगा, वो तुम्हें हर चीज को सिखाएगा और हर चीज की उपदेश देगा, ताकि तुम इस सारे चीज को याद रख सको जिसे मैंने तुमसे कहा है. അവിടെ എഴുതി പറഞ്ഞിരിക്കുന്നു ഉപദേശിക്കുന്ന പരിശുദ്ധാത്മാവ്. और यहाँ ऐसा कहा हुआ है कि सिखाने वाला या उपदेश देने वाला पवित्र आत्मा. എന്തിനാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നത്? और हमें ये पवित्र आत्मा क्यों दिया जाता है? പരിശുദ്ധാത്മാവിന്റെ ആവശ്യം എന്താ നമുക്ക്? और यहाँ हमें इस पवित्र आत्मा की जरूरत क्या है? നിങ്ങൾ എല്ലാവരും പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചറിഞ്ഞവരാണോ? क्या इधर मेरे साथ जुड़े हुए आप सभी इस पवित्र आत्मा को महसूस किए हुए व्यक्ति हैं? അവൻ നിങ്ങളുടെ അരികിലുണ്ടോ? क्या आज वो तुम्हारे साथ साथ तुम्हारे पास है? ഈ പുതിയ വർഷത്തിന്റെ മൂന്നാമത്തെ ദിവസത്തിൽ ദൈവത്തിന്റെ ആത്മാവിന് പറയാനുള്ളത് ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ കൂട്ടത്തിൽ നടക്കുന്നതിന് വേണ്ടി, അരികിലുണ്ടായിരിക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തെ തന്നെ യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ്
നിങ്ങളിലേക്ക് തന്നിട്ട് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി അയച്ചു തന്നിട്ടാണ് അവൻ സ്വർഗാരോഹണം ചെയ്തത്. എന്നെ നടത്താൻ, എന്നെ ഉപദേശിക്കുവാൻ, എന്നെ നേർവഴിയിൽ കൊണ്ടെത്തുവാൻ, അതിനേക്കാൾ അപ്പുറമായി നമ്മുടെ പഠന വിഷയമായ ആ നിത്യതയിൽ ചെന്നെത്തിക്കുന്നതിന് വേണ്ടി സഹായകരമായി ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണ്ടി നൽകപ്പെടുവാൻ ഇടയാക്കി തീർന്നു. और आज जब इस साल के नए साल के तीसरे दिन में हम हैं, तो पवित्र आत्मा हमसे ये बात करना चाहता है कि उस पवित्र आत्मा को जिसे परमेश्वर ने हमारे बीच में दिया ताकि वो हमारी सहायता कर सके, हमें उपदेश दे सके और हमेशा हमारे संग संग रखे। और इन सबसे महत्वपूर्ण बात ये है कि वो पवित्र आत्मा जो हमें उस अनंत जीवन की ओर ले चलता है, जिसे परमेश्वर ने खुद, यीशु मसीह ने खुद इस स्वर्ग आरोहण से पहले हमारे बीच में भेजा है। കുഞ്ഞുങ്ങളെ, അന്യഭാഷ പറയുന്നുണ്ട്, നല്ലത് തന്നെയാണ്, അന്യഭാഷ പറയേണ്ടതല്ല ഞാൻ, അല്ലെങ്കിൽ ആ ശക്തി അനുഭവിക്കാൻ ഇടയാകുന്നുണ്ട്. പക്ഷേ അതിനപ്പുറമായി പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ, എന്റെ അരികിലുള്ളവൻ, നമ്മളെ ഓരോ നിമിഷങ്ങളിലും നമ്മളോട് ഉപദേശിക്കുകയും നമ്മളെ നേർവഴി നടത്തുകയും നമ്മളോട് സംസാരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. और आज जैसे हम सभी अन्य अन्य भाषाओं में बात करते हैं, हम उस शक्ति को महसूस तो करते हैं, पर इन सबसे ज्यादा क्या आज हमारे साथ साथ वो पवित्र आत्मा जो हमारी सहायता करता है, जो हमेशा हमारे संग संग हमारे साथ साथ रहता है, वो क्या आज हमारे साथ है? जो पवित्र आत्मा जिसे परमेश्वर ने खुद हमारे बीच में भेजा था, क्या आज वो हमारे साथ है? 26-ാമത്തെ വാക്യത്തിൽ ഒന്നുകൂടെ പറയണം, എല്ലാ കാര്യങ്ങളിലും ഉപദേശിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നവൻ. और यहाँ 26वें वचन में ऐसा लिखा हुआ है कि तुम्हारे संग संग रहने के लिए, तुम्हें हर चीज में उपदेश देने के लिए और उस सारी चीजों को याद दिलाने के लिए जिसे मैंने तुमसे कहा था। നോക്കുക, ഇത് യോഹന്നാൻ എഴുതുമ്പോൾ ഈ ഒരു അസാധ്യത അല്ലെങ്കിൽ ഈ ഒരു അനുഭവം ഇവർ ഒരിക്കൽ പ്രാപിച്ചവരാണ്. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ ആ കൺട്രോളിൽ, ആത്മനിറവിലുള്ള ആ ജീവിതത്തിൽ നടക്കുവാൻ എഫേസ്യ സഭയ്ക്ക് കഴിയുന്നില്ല എന്ന് കണ്ടുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ യോഹന്നാന്റെ സുവിശേഷം ഒന്നുകൂടെ എഴുതാൻ നിർബന്ധിക്കപ്പെട്ടത്. और यहाँ जब हम इस सभी चीजों को देखते हैं, हम ये समझ सकते हैं यूहन्ना को इस नए सुसमाचार को या इस चौथे सुसमाचार को लिखने की जरूरत इसलिए पड़ी। यहाँ वो इफिसियों कलीसिया है जिसने एक बार इस पवित्र आत्मा को खुद अपने आप में, अपने भीतर में महसूस किया था। आज वो उस पवित्र आत्मा के अनुसार या परमेश्वर की उस शिक्षाओं के अनुसार नहीं चल रहा। इसी कारण वहां यूहन्ना के ऊपर वो दबाव दिया गया कि यूहन्ना इस नए सुसमाचार को लिखे। ഒന്നുകൂടെ ഞാൻ പറയട്ടെ, യോഹന്നാൻ ഈ സുവിശേഷം എഴുതാൻ താല്പര്യപ്പെട്ടതിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് അവനെ നിയോഗിച്ചതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ ഈ 60 വർഷം അല്ലെങ്കിൽ യേശുവിന്റെ പുനരുദ്ധാനത്തിന് ശേഷം അല്ലെങ്കിൽ മരണത്തിന് ശേഷം 60 വർഷമായപ്പോഴത്തേക്കും അവൻ വിഭാവനം ചെയ്ത ആ ഒരു ക്രിസ്തീയതയ്ക്ക് അല്ലെങ്കിൽ അവൻ വിഭാവനം ചെയ്ത സഭയ്ക്ക് വിരുദ്ധമായി അവനോട് കൂടെ നടക്കാതെ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോവുകയും സ്നേഹമില്ലായ്മയും സ്ഥാനമോഹികളും ഒക്കെ ആയി മാറുന്ന സഭയെ കണ്ടുകൊണ്ട് യോഹന്നാൻ നിർബന്ധിക്കപ്പെടുകയാണ്, ഞാൻ യേശുവിന്റെ കൂടെ നടന്നപ്പോൾ അനുഭവിച്ചറിഞ്ഞത് ഒന്നും കൂടെ എഴുതാമെന്ന്. और इन सभी परिस्थितियों के बीच में यूहन्ना पे ये दबाव दिया जाता है, या परमेश्वर की आत्मा यूहन्ना को प्रेरित करता है कि यूहन्ना इस सुसमाचार को लिखे और उसमें उस चीजों को लिखे, वो पवित्र आत्मा या वो परमेश्वर का प्रेम या वो परमेश्वर की आत्मा जो हमेशा वो महसूस करता था जब वो यीशु मसीह के संग संग चलता था, उसके बारे में या उसकी चीजों को उसके बारे में इस सुसमाचार में बताया जाए। इस कारण यूहन्ना यहाँ इस सुसमाचार को लिखता है। യോഹന്നാൻ യേശുവിന്റെ കൂട്ടത്തിൽ നടന്നവനാണ്. और यहाँ यूहन्ना खुद परमेश्वर के संग संग परमेश्वर के साथ साथ चला हुआ एक व्यक्ति है, അവന്റെ മാർവോട് ചാരിയിരുന്നവനാണ്. और वो ऐसा एक व्यक्ति था जो परमेश्वर के साथी के साथ या परमेश्वर के सीने के साथ हमेशा लगा रहता था। അവന്റെ ഇന്നർ സർക്കിളിൽ ഏറ്റവും അടുത്തിടപെടുന്ന പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ആ 3 പേരിൽ ഒരാളാണ്.
और यहाँ परमेश्वर के बहुत ही करीबी जैसे पतरस ऐसे कुछ लोग थे, उनके साथ-साथ एक व्यक्ति था, उनमें से एक व्यक्ति था खुद यूहन्ना। യായിറോസിന്റെ മകളെ ഉയർപ്പിക്കാൻ കടന്നു പോകുമ്പോൾ ഇവരെയാണ് വിളിച്ചത്. ഇവനെ കൂട്ടത്തിൽ ഈ 3 പേരെയാണ് അകത്തേക്ക് വിളിച്ചത്. और याइरोस की बेटी को जब जिलाया जाता है, जब उसे फिर से जिंदा किया जाता है, तब उस समय में जो लोग भीतर में खड़े थे, उनमें से एक व्यक्ति था खुद यूहन्ना। ഏറ്റവും അടുത്തിരുന്ന പല അത്ഭുതങ്ങളും കണ്ടവനാണ് യോഹന്നാൻ. और यूहन्ना ऐसे एक व्यक्ति था जो परमेश्वर के बहुत करीब में रह के ऐसे बहुत सारे अद्भुत कामों को, ऐसे बहुत सारे चमत्कारों को खुद अपनी आंखों से देखा हुआ एक व्यक्ति था। അവന്റെ പഠിപ്പിക്കലുകൾ ഏറ്റവും അടുത്തിരുന്ന് കേട്ടവനാണ് യോഹന്നാൻ. और परमेश्वर यीशु मसीह की उस शिक्षाओं को, उस जो उपदेशों को बहुत ही करीबी रूप में परमेश्वर के साथ-साथ रह के उसे सुना हुआ और उसे समझा हुआ एक व्यक्ति था यहाँ यूहन्ना। ഗത്സമനയിൽ അവന്റെ ഏറ്റവും അടുത്തിരുന്ന് പ്രാർത്ഥിക്കാൻ വിളിച്ചപ്പോൾ ഒരുപക്ഷേ അവന്റെ രക്തം വേർപ്പ് തുള്ളി രക്തത്തുള്ളിയായി മാറിയത് പോലും കണ്ടവനാണ് യോഹന്നാൻ. और गतसमने में जब उसे बुलाया गया था परमेश्वर के साथ प्रार्थना करने के लिए, शायद उसने उस समय परमेश्वर के पसीने को रक्त में या खून में बदलते हुए खुद अपनी आंखों से देखा हुआ एक व्यक्ति हो सकता है। അവന്റെ ജീവചരിത്രത്തിലെ എല്ലാ സംഭവങ്ങളും അത്ഭുതങ്ങളും പഠിപ്പിക്കലുകളും ഒക്കെ കണ്ട യോഹന്നാൻ നിർബന്ധിതനാവുന്നു, ഞാൻ അനുഭവിച്ചറിഞ്ഞത് ഒന്നും കൂടെ എഴുതുവാൻ. और यहाँ यीशु मसीह के पूरे जीवन को, पूरे चमत्कारों को, पूरे शिक्षाओं को बहुत ही अच्छे तरीके से समझा और बहुत ही अच्छे तरीके से देखा हुआ एक व्यक्ति यूहन्ना पे आज ये दबाव दिया जाता है कि वो पवित्र आत्मा के बारे में वो लिखे जिसे उसने महसूस किया था। നമ്മൾ പറയും സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്ന പേരാണ് യോഹന്നാനുള്ളത്. और यहाँ यूहन्ना को प्रेम का एक अपोस्तल या प्रेम का एक प्रेरित के नाम पे हम बुलाते हैं उन्हें। പക്ഷെ മത്തായി മർക്കോസും ലൂക്കോസും പഠിക്കുമ്പോൾ അവനിലുള്ള ചില നല്ലതല്ലാത്ത ചില കാര്യങ്ങളും നമുക്ക് കണ്ടെത്തുവാൻ കഴിയും യോഹന്നാന്റെ. परंतु जब हम मत्ती, मरकुस और लूकस को पढ़ते हैं, तब हम समझ सकते हैं इस यूहन्ना के अंदर ऐसी कुछ चीजें जो अच्छी नहीं थी, उसका जिक्र भी इन सुसमाचारों में किया गया है। ഒരിക്കൽ യേശുവിന്റെ അടുക്കൽ വന്ന് പിതാവേ അല്ലെങ്കിൽ യേശുവെ അങ്ങയുടെ ഇടത്തും വലത്തും ഇരിക്കുവാൻ ഞങ്ങളെ, അല്ലെങ്കിൽ ആ സ്ഥാനം ലഭിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞവനാണ് യോഹന്നാൻ. और वो ऐसा एक व्यक्ति है जो एक बार यीशु मसीह के पास आके यीशु मसीह से कहता है कि आपके दाएं और बाएं हिस्से में मुझे बैठने के लिए मुझे अनुमति दे। ऐसा एक व्यक्ति था। ആരാണ് വലിയവൻ, ആരാണ് വലിയവൻ എന്ന ഒരു ചോദ്യം നിഴലിക്കുമ്പോൾ, ചോദ്യം ഉണ്ടാകുമ്പോൾ അതിൽ യോഹന്നാനും ഉൾപ്പെട്ടിരുന്നു. और वहां जब ऐसा एक प्रश्न खड़े होता है कि इन सब में या इन सभी चेलों में बड़ा कौन है या महान कौन है, उस समय में उस सवाल में एक मुख्य व्यक्ति था खुद यूहन्ना। അവന്റെ പേര് വലുതാകണമെന്നുള്ള ആഗ്രഹമുള്ളവനായിരുന്നു യോഹന്നാൻ. और वो यूहन्ना अपने आप में ऐसे एक व्यक्ति था जो चाहता था कि खुद अपने आप में वो महान हो, खुद उसका नाम बहुत बड़ा माना जाए। ഒരിക്കല് യേശുവിന്റെ നാമത്തിൽ വേറെ ചിലര് സൗഖ്യമാക്കിയപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ വാ എന്ന് പറഞ്ഞപ്പോൾ അവര് വരാതെ ഞങ്ങളത് ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ യേശുവിനോട് പറയാണ്, നീ ഒന്ന് കൽപ്പിച്ചാൽ ഞാൻ പറഞ്ഞ് അവനെ ആകാശത്തുനിന്ന് മിന്നൽ പിഴ വീഴ്ത്തി അല്ലെങ്കിൽ അവരെ ദഹിപ്പിച്ചു കളയാമെന്ന് പറഞ്ഞവനാണ് യോഹന്നാൻ. और वो ऐसे परमेश्वर से कहता है, जब ऐसे कुछ लोग जो परमेश्वर के साथ ना चलते हुए परमेश्वर के नाम से चमत्कार कर रहे थे, तब यूहन्ना यीशु मसीह से कहता है कि परमेश्वर अगर तू एक वचन कहेगा तो मैं आज आसमान से बिजली को गिरा के इनको भस्म कर दूंगा। പക്ഷേ അവൻ ഈ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അവന്റെ പേര് യോഹന്നാൻ എന്ന പേര് എഴുതിയത്, യോഹന്നാൻ എന്ന പേര് ആ പുസ്തകത്തിന്റെ ഒരു ഭാഗങ്ങളിലും ആ സുവിശേഷത്തിന്റെ ഒരു ഭാഗങ്ങളിലും കാണുവാൻ കഴിയത്തില്ല. परंतु यहाँ जब हम इस पूरे सुसमाचार को देखते हैं कि यहाँ कहीं भी इस सुसमाचार को यूहन्ना ने लिखा गया है या यूहन्ना के द्वारा लिखा गया एक सुसमाचार के नाम पे या उसका जिक्र यहाँ पूरे सुसमाचार में कहीं किया नहीं गया। ഇടത്തും വലത്തും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ എന്നെ ഇരുത്തണമെന്ന് ആഗ്രഹിച്ച് വലിയവനാകണമെന്ന് ആഗ്രഹിച്ച യോഹന്നാൻ സുവിശേഷം അല്ലെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം എഴുതുമ്പത്തേന് ഞാൻ ഏറ്റവും താഴെയുള്ളവനാണ്, എനിക്ക് ഒരു സ്ഥാനത്തിനും ആഗ്രഹമില്ല എന്ന നിലയിലേക്ക്
താഴുവാനിടയായ യോഹന്നാനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. और ऐसा एक यूहन्ना जो एक समय में परमेश्वर से कहता था कि या फिर आपकी दाएं नहीं तो आपके बाएं कहीं ना कहीं मुझे बिठाए, और एक व्यक्ति जो अपने मन के अंदर ही अंदर वो इच्छा रखता था कि महान होना है, मुझे बहुत बड़ा बनना है, आज वो व्यक्ति जब इस सुसमाचार को लिखता है वो खुद अपने आप में बहुत ही लोलीन हो जाता है, वो खुद अपने आप में बहुत ही नीचा हो जाता है। കുഞ്ഞുങ്ങളെ, ഇതിന് കാരണം എന്താണെന്ന് അറിയാമോ? क्या आप जानते हैं इस सब का कारण क्या है? ഈ മാറ്റത്തിന് കാരണം എന്താണെന്ന് അറിയാമോ? क्या आप जानते हैं कि इसके इस बदलाव के पीछे का कारण क्या है? പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനോട് കൂടെ നടക്കുവാൻ യോഹന്നാൻ തീരുമാനിച്ചപ്പോഴാണ് ഈ വലിയ മാറ്റം അവനിൽ ഉളവാകുവാനിടയായി തീർന്നത്. वो पवित्र आत्मा जो हमारा सहायक है उसके साथ साथ चलने के लिए जब यहाँ यूहन्ना उसके साथ साथ चलने के लिए अपने आप में एक डिसीजन को लेता है, तब यूहन्ना में ये बदलाव दिखाई देता है। കുഞ്ഞുങ്ങളെ, ഈ പുതിയ വർഷത്തിന്റെ ആരംഭത്തിൽ എനിക്ക് പറയാനുള്ള, ദൈവത്തിന്റെ ആത്മാവിന് പറയാനുള്ളത്, പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനോട് കൂടെ നടക്കാൻ ശ്രമിക്കുക. और आज इस नए साल में मुझे आपसे ये कहना है कि हमें इस पवित्र आत्मा के साथ साथ या इस परिशुद्ध आत्मा के साथ साथ चलने के लिए कोशिश करना है। എന്റെ ഭാവത്തെ, എന്റെ ഈഗോയെ, എനിക്ക് ഏതൊക്കെയാണെന്നുള്ള തോന്നലുകളെ, എനിക്കിത് കഴിയുമെന്നുള്ള ചിന്തകളെ, എനിക്ക് വലിയ ആളാകണമെന്നുള്ള ഭാവത്തെയൊക്കെ നമുക്ക് ഉടച്ചു കളയണമെങ്കിൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. मेरे भीतर जो घमंड है, मेरे भीतर जो अहंकार है, मैं या जो हमेशा समझता हूं कि मैं हर चीज कर सकता हूं, या मेरे भीतर कहीं ना कहीं ऐसी विचारधारा है कि मैं महान हूं, इस सभी चीजों को आज अगर हम तोड़ना चाहते हैं तो हम उसे सिर्फ परमेश्वर के इस आत्मा के साथ साथ या इस पवित्र आत्मा के साथ साथ चलकर ही उसे कर सकेंगे। എനിക്ക് നേർവഴി നടക്കുവാൻ, ഞാൻ ഏതുവഴിയാണ് പോകേണ്ടത്, ശരിയായ വഴി ഏതെന്ന് തിരിച്ചറിയുവാൻ ഈ കാര്യസ്ഥൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണം. और हमेशा सच्चे सही सही मार्ग में चलने के लिए, या मैं जिस रास्ते में चल रहा हूँ वो सही है, उसे समझने के लिए हमें इस पवित्र आत्मा के संग संग चलना बहुत जरूरी है। തെറ്റിലേക്കൊന്നും വഴുതി പോകാതിരിക്കേണ്ടതിന്, ലോകവും ജഡവും ഒന്നും എന്നിലേക്ക് കേറാതിരിക്കേണ്ടതിന് ഈ കാര്യസ്ഥനെ നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത് അനിവാര്യമാണ്. गलती में मैं गिर ना जाऊं, या इस संसारिकता में या इस मानवता में मैं फिसल के गिर ना जाऊं, इसके लिए सभी हमें एक ताकत चाहिए। तो वो ताकत हमें तभी मिलती है जब हम इस पवित्र आत्मा के साथ या परमेश्वर की उस आत्मा, वो सहायक जो हमारे साथ भेजा गया, उसके संग संग जब हम चलते तभी वो हो सकता है। അവനോട് ചേർന്ന് നടന്നെങ്കിൽ മാത്രമേ എനിക്ക് നിത്യതയിൽ എത്തപ്പെടുവാൻ കഴിയത്തുള്ളൂ. अगर उसके संग संग मैं चलूं तभी मैं उस नित्य जीवन या अनंत जीवन में मैं पहुंच सकूंगा। നമ്മൾ പറഞ്ഞല്ലോ, അവന്റെ വരവിൽ എടുക്കപ്പെടണം. കർത്താവിന്റെ വരവാണ് ഏറ്റവും വിഷയം. അവന്റെ വരവിൽ എടുക്കപ്പെടണമെന്നവൻ, അവനോട് കൂടെ ചേർന്ന് നടക്കുന്നവന് മാത്രമേ കഴിയത്തുള്ളൂ. और परमेश्वर के पुनरुत्थान में हमें उठाया जाना जो हमारा विषय है, अगर हमें उस समय परमेश्वर के पुनर्आगमन में या दूसरे बार जब परमेश्वर इस संसार में लौटेंगे, तब अगर हमें उठाया जाना है, तब वो मुमकिन होगा सिर्फ अगर हम परमेश्वर की इस आत्मा के साथ साथ चलते हैं। ഈ ഏറ്റവും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഇത് ആണ്. ഞാൻ വീണ്ടും ജനിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഞാൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ, ഞാൻ എന്ന വ്യക്തി അവിടെ ഇല്ല. പകരം യേശുവാണ് ജീവിക്കുന്നത്. അതിന് സഹായകമായി തീരുന്നതിനാണ് ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. और जितना तक मैं समझता हूँ, इस पवित्र आत्मा का बहुत बड़ा काम ये है कि मैं एक व्यक्ति जो पुनर्जन्म लेता हूँ, जो परमेश्वर को जानने के बाद जो खुद अपने आप में मृत हो जाता है, जिसमें मसीह जीता है, मुझे पवित्र आत्मा इस चीज में सहायता करता है कि मैं हमेशा हर दिन हर समय परमेश्वर के साथ साथ परमेश्वर के रास्ते पे चलता रहूं। ഈ രക്ഷിക്കപ്പെടുക, വീണ്ടും ജനിക്കുക, മാനസാന്തരപ്പെടുക എന്നുള്ളതിന്റെയൊക്കെ ഒറ്റ വാക്കിൽ അർത്ഥം പറഞ്ഞാൽ, ഞാൻ എന്ന ഭാവത്തെ, എന്നെ ഞാൻ മരിപ്പിക്കുകയും പകരം ക്രിസ്തുവിനെ ഉയർപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുകയും ചെയ്യുകയാണ്. അതിന് ഏറ്റവും സഹായകരമായി ജീവിക്കുവാൻ സഹായിക്കുന്നതാണ് നിങ്ങളുടെ കൂടെ അരികെയുള്ള ഈ പരിശുദ്ധാത്മാവിന്റെ കർത്തവ്യം എന്ന് പറയുന്നത്.
और पुनर्जन्म और फिर से परमेश्वर के ओर लौटना या हमारे मन को फिराना, इस सब का अर्थ ये है कि हम परमेश्वर के संग संग चलना है, परमेश्वर के साथ साथ चलना है, जिसकी सहायता हमें यहाँ पवित्र आत्मा खुद करता है। ലോകവും ജഡവും പിശാചും എന്താണ് നിങ്ങൾക്ക് ചെയ്യുന്നതെന്നറിയാവോ? നിങ്ങളെ അതിൽ നിന്ന് തീരുമാനമെടുക്കുന്നതിന് വേണ്ടി, ലോകത്തിന്റെ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി, ജഡത്തിന്റെ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി അവൻ എപ്പോഴും നിർബന്ധിച്ചു കൊണ്ടിരിക്കും. और यहाँ ये संसार, ये दुनिया और यहाँ शैतान हमेशा हमें इस चीज की ओर दबाव देता है, हमें इस चीज की ओर जोर देता है कि हम हमेशा इस संसार के अनुसार या इस दुनिया के अनुसार हम ले, और यहाँ पवित्र आत्मा हमें इस चीज से रोकती है। ഏദൻ തോട്ടത്തില് ആദാമും ഹവ്വായും ദൈവവും കൂടെ ഒന്നിച്ചു വാഴുന്ന ഒരു സമയമുണ്ടായി. और वहां ईदन की वाटिका में एक समय ऐसे था जहां आदम, हवा और परमेश्वर खुद एक साथ वास करते थे। നമ്മൾക്ക് ചോദിക്കാം, എന്തുകൊണ്ടായിരുന്നു അവിടെ ആ വൃക്ഷം വെച്ചിരുന്നത്? തോട്ടത്തിന്റെ നടുവിൽ ഒരു മനോഹരമായ പഴം ഉണ്ടാകുന്ന വൃക്ഷം ഉണ്ടായിരുന്നില്ല. എന്തിനാ ദൈവം അവിടെ സൃഷ്ടിക്കാതിരുന്നെങ്കിൽ ഈ പാപം ചെയ്യത്തില്ലായിരുന്നല്ലോ എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു. आज शायद हम ऐसे सोच सकते हैं कि उस वाटिका में परमेश्वर ने उस पेड़ को क्यों रखा, ऐसे फल को उत्पन्न करने वाले उस पेड़ को क्यों रखा। अगर आज वो पेड़ की सृष्टि वहां नहीं होती, अगर आज उस पेड़ को वहां नहीं रखा गया होता, तो आज शायद इस दुनिया में पाप नहीं आता। നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളും അതുവരെ ദൈവത്തോട് മാത്രം തീരുമാനമെടുത്ത് ദൈവം പറയുന്ന കാര്യങ്ങൾ മാത്രത്തിൽ തീരുമാനമെടുത്തിരുന്ന ആദാമും ഹവ്വയും ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഒരു നിമിഷത്തേക്ക് പിശാചിന്റെയോ ലോകത്തിന്റെയോ ജഡത്തിന്റെയോ, അത് ഞാൻ പറയാൻ കാര്യം, കാണാൻ ഭംഗി, തിന്മാൻ നല്ലതാണെന്നുള്ള തോന്നല്, ജഡമോഹവും കൺമോഹം ജീവനത്തിന്റെ പ്രതാപവും ഒക്കെ കണ്ടുകൊണ്ട് ഒരു നിമിഷത്തിലേക്ക് ദൈവത്തിൽ നിന്ന് തീരുമാനമെടുക്കുന്നതിന് പകരം മറ്റുള്ളതിൽ നിന്ന് തീരുമാനം എടുത്തതാണ് അവിടെ പാളിപ്പോകുവാനിടയായി തീർന്നത്. और यहाँ जब मैं समझता हूँ, मेरे यहाँ ये कहने का मतलब, ये अर्थ इसलिए था क्योंकि हमारे अंदर ये विचारधारा आ सकती है कि अगर वो फल नहीं होता वहां, तब तक वो आदम और हव्वा जो परमेश्वर के साथ साथ चलते थे, परमेश्वर की इच्छा के अनुसार हमेशा अपने जीवन में जो भी फैसला लेते थे परमेश्वर की इच्छा के अनुसार लेते, वो एक समय उससे गिर जाते हैं। वो मैं यहाँ इसलिए कह रहा हूँ क्योंकि वो फल जो दिखने में अच्छा था, जो बहुत हमें आकर्षित करने वाला था, उसे वो खा लेते, वो एक क्षण में वो उस चीज से गिर जाते। കുഞ്ഞുങ്ങളെ, പിശാച് നിങ്ങളോട് ശ്രമിക്കുന്നത് ഇത് തന്നെയാണ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടു മാനസാന്തരപ്പെട്ട് കഴിഞ്ഞിട്ടും നിങ്ങളുടെ കൂട്ടത്തിലുള്ള കാര്യസ്ഥൻ നിങ്ങളോട് കൂടെ ഇരുന്ന് ഉപദേശിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ലോകവും ജഡവും പിശാചും നിങ്ങളെ അവന്റെ തീരുമാനത്തിൽ നിന്ന് മാറ്റി ലോകത്തിന്റെയും ജഡത്തിന്റെയും ഒക്കെ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി നിർബന്ധിക്കുമ്പോൾ വഴുതിപ്പോകാതിരിക്കേണ്ടതിന് വേണ്ടി പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൂടെ അരികിലിരുന്ന് ഉപദേശിക്കും എന്നുള്ളതാണ് ഈ ഭാഗത്തിന്റെ ഏറ്റവും കാതലായ വിഷയം എന്ന് പറയുന്നത്. और आज जब हम पुनर्जन्म पाने के बाद परमेश्वर के संग संग चलने की कोशिश करते, तब ये संसार, ये दुनिया हमेशा हमें इस चीज के ऊपर जोर देते हैं, हम पे ये दबाव देते हैं कि हम इस सभी चीजों से दूर भागकर परमेश्वर के अनुसार नहीं, इस संसार के अनुसार एक डिसीजन को ले या एक नए इच्छा को जताए, ताकि हम परमेश्वर की ओर से, परमेश्वर के उद्देश्य से दूर भाग जाए। ഈ പറഞ്ഞത് എല്ലാരും കേട്ടോ? ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു എഡ്വിന്റേത് കട്ടായി പോയി. എല്ലാരും കേട്ടായിരുന്നോ? क्या जो मैंने अभी बोला सभी ने सुना? मेरे ख्याल से मेरा वॉइस बीच में कट हो गया था। ഓക്കെ ഓക്കെ ആ ഞാൻ പറഞ്ഞതിന്റെ സാധനം, എന്തിനാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നത്? നിങ്ങൾക്ക് സ്വയം തീരുമാനമെടുക്കാൻ കഴിയത്തില്ല. നിങ്ങൾ മാനസാന്തരപ്പെട്ടതിന് ശേഷം തീരുമാനം അവനാണ് പറഞ്ഞു തരുന്നത്, അവനാണ് ഓർമ്മപ്പെടുത്തുന്നത്, അവനാണ് ഉപദേശിക്കുന്നത്, അവൻ അനുസരിച്ച് നമുക്ക് നടക്കാൻ കഴിയത്തുള്ളൂ. ജഡവും ലോകവും പിശാചും നിങ്ങളെ ആ തീരുമാനങ്ങളിലേക്ക് എടുക്കാൻ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ അതിൽ നിന്ന് മാറി അവനോട് കൂടെ നടക്കുവാൻ വേണ്ടി കൂട്ടത്തിൽ നടക്കുന്ന ഒരാളായി പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്.
और यहाँ परमेश्वर ने इस पवित्र आत्मा को हमारे बीच में क्यों भेजा? हम पुनर्जन्म लेने के बाद हम ऐसे एक व्यक्ति बन जाते हैं जो अपने पूरे जीवन को, हमारी सारी इच्छाओं को, हमारे सारे डिसीजनों को परमेश्वर के अनुसार या परमेश्वर के उद्देश्य के अनुसार लेते हैं। और यहाँ ये शैतान, ये संसार, ये दुनिया हमारे पीछे-पीछे इस चीज़ की ओर हमें धकेल देती है या इस चीज़ की ओर हम पे दबाव देती है कि हम इसके परमेश्वर के अनुसार नहीं, परंतु इस संसार के, इस दुनिया के अनुसार उस इच्छा को लें। അതുകൊണ്ടാണ് യോഹന്നാൻ എഫെസ്യ സഭയിൽ വെച്ച്, അല്ലെങ്കിൽ ആ സമയം പാഷായിരിക്കും ഇത് എഴുതാൻ കാര്യം, യേശു വിവാഹം ചെയ്തതിൽ നിന്ന് മാറിക്കൊണ്ട് സ്വയം മാനത്തിനും പേരിനും സ്ഥാനത്തിനും വേണ്ടി ജനങ്ങൾ, വിശ്വാസികൾ മാറിപ്പോകുമ്പോൾ വേദന ഉൾക്കൊണ്ടുകൊണ്ടാണ് യോഹന്നാൻ ഇത് എഴുതുന്നത്. इसी कारण यूहन्ना जो वो उस एफेसी कलीसिया का पादरी था या उसको चलाने वाला व्यक्ति था, वो इस सब के बावजूद भी जब वो देखता है कि वो कलीसिया या वो लोग अपने नाम की महिमा के लिए या अपने आप को महान बनाने के लिए, अपने नाम को बहुत बड़ा बनाने के लिए ऐसे कार्य करते हैं जो परमेश्वर की इच्छा नहीं होती है, तो इस सब चीज़ों के द्वारा बहुत ही दुखी होकर, बहुत ही दर्द से भरकर वो ये फैसला को लेता है कि वो एक और सुसमाचार को लिखेगा। അതുകൊണ്ടാണ് റെവലേഷനിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ വെളിപ്പാടിലേക്ക് വരുമ്പോൾ, എഫെസോസിലെ സഭയ്ക്ക് എഴുതുമ്പോൾ ആദ്യ സ്നേഹം വിട്ടുപോയി എന്നുള്ളൊരു കുറവ് എന്നുള്ള കാര്യങ്ങൾ യോഹന്നാൻ അവിടെ ഊന്നൽ കൊടുത്ത് പറയുന്നത്. और यहाँ इसी कारण जब हम प्रकाशित वाक्य में आते हैं, वो जो पत्री जो एफेसी कलीसिया के लिए लिखी गई है, वहाँ ऐसा लिखा गया है कि पहले प्रेम से हटी हुई कलीसिया, उस पे यहाँ ये जोर इसलिए दिया गया है कि क्योंकि यूहन्ना उससे समझता है कि ये कलीसिया एक बार परमेश्वर के इस प्रेम से गिर गई थी। വെളിപ്പാട് പുസ്തകം 2:4 അത് കോട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കാര്യം നിനക്ക് എതിരെ. ബാക്കി എല്ലാം ഉണ്ട്, വരങ്ങളുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്, പക്ഷേ ആദ്യ സ്നേഹത്തിൽ നിന്ന് വഴുതിപ്പോയി എന്ന് അവിടെ ഊന്നൽ കൊടുത്ത് പറയുന്നത് യോഹന്നാൻ. और यहाँ प्रकाशित वाक्य 2:4 में ऐसा लिखा गया है कि उस पहले प्रेम या उसी प्रथम प्रेम से हटी हुई एक कलीसिया के रूप में या उस प्रथम प्रेम से दूर गई हुई कलीसिया के रूप में वहां जोर दिया गया है। കുഞ്ഞുങ്ങളെ, ഈ ആദ്യ ദിവസം ഞാൻ എടുത്ത ഭാഗത്തിലേക്ക് നമ്മുടെ രണ്ടാം വരവ് എന്നുള്ള ആ വിഷയത്തിലുള്ള വാസസ്ഥലത്തെ കുറിച്ച് പറയാൻ ആഗ്രഹിച്ചെങ്കിലും അതിന്റെ ഇൻട്രൊഡക്ഷനായി അതിന്റെ പശ്ചാത്തലം മാത്രമേ യോഹന്നാൻ എഴുതാനുള്ള കാരണത്തിന്റെ ഒരു കാരണം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എങ്കിലും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ആത്മാവിന് ഇന്ന് പറയാനുള്ളത്, കാര്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾ കൂട്ടത്തിൽ കൊണ്ട് നടക്കുക, അവനോട് ചേർന്ന് നടക്കുക എന്നുള്ള ഒറ്റ ദൂത് മാത്രം. और यहाँ जब मैं आज आपसे ये बताना चाहता हूँ कि जब मैं आपके साथ इस पूरे एक बड़े विषय के बारे में बांटना चाहता था, आज मैं पूरा एक तरह उसे बांट तो नहीं पाया, सिर्फ उसकी स्पष्ट भूमि और यूहन्ना ने इस सुसमाचार को क्यों लिखा वो ही बांट पाया, परंतु यहाँ आज मैं ये समझता हूँ कि परमेश्वर की आत्मा आपको ये बतानी चाहती है कि हमेशा उस आत्मा के संग संग, उस सहायक के संग संग हम चल रहे हैं, या हमारे जीवन में उस आत्मा की या पवित्र आत्मा की जरूरत है, या हमारे जीवन में वो आज है। ഈ വർഷം അല്ല, ഈ വർഷമെന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ കർത്താവിന്റെ വരവ് താമസമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ആയുസ് ഇച്ചൂടെ നീട്ടമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ, നമ്മുടെ ജീവന്റെ അവസാന ശ്വാസം വരെ നിങ്ങൾ അറിഞ്ഞ ഈ പരിശുദ്ധാത്മാവിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് കടന്നുപോയാൽ നമുക്ക് ആ നിത്യതയിൽ എത്തപ്പെടുവാൻ കഴിയും. इस नए साल, सिर्फ इस नए साल में नहीं, आगे जो भी समय परमेश्वर हमारे जीवन में देता है, जब तक हम इस संसार में जिंदा है, हम ऐसे व्यक्ति बन जाए, हम ऐसे लोग बन जाए जो परमेश्वर की इस आत्मा के संग संग चलते हैं, परमेश्वर की इस आत्मा की सहायक के साथ साथ चलने वाले बन जाए। അരികിലുള്ള ആ പരിശുദ്ധാത്മാവിന്റെ കൂട്ടത്തിൽ ഒന്ന് നടക്കാൻ ശ്രമിക്കുക. ഏതെങ്കിലും ഒരു ദിവസം ഞായറാഴ്ചകൾ കടന്നു പാട്ട് പാടുമ്പം വരുന്ന പരിശുദ്ധാത്മാവല്ല, അല്ലെങ്കിൽ ആ സമയത്ത് കുറച്ച് രണ്ട് പാട്ട് പാടിന്റെ അവസാനം വന്ന് അന്യഭാഷ പറയുന്ന പരിശുദ്ധാത്മാവല്ല. യേശു തന്ന പരിശുദ്ധാത്മാവ് എപ്പോഴും ഏത് സമയത്തും എല്ലാ കാലത്തും എപ്പോഴും കൂടെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിനെ, എന്റെ അരികിലുള്ള പരിശുദ്ധാത്മാവിനെ, എന്നെ ഉപദേശിക്കുന്ന പരിശുദ്ധാത്മാവിനെ, എന്നെ ചേർത്ത് നിർത്തിക്കൊണ്ട് ലോകത്തിന്റെയോ ജഡത്തിന്റെയോ ചിന്തകളിലേക്ക് വഴുതി പോകാതെ എന്നെ നേർവഴി നടത്തുന്ന പരിശുദ്ധാത്മാവിനെയാണ് എനിക്ക് തന്നത്. അവനോട് ചേർന്ന് നടക്കാൻ ശ്രമിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകണം.
सिर्फ वो आत्मा नहीं जो एक गीत के समाप्त होते समय हमारे ऊपर आए, या सिर्फ वो आत्मा नहीं जो सिर्फ कभी-कभी हमारे अंदर अन्य भाषा के रूप में दिखती है, सिर्फ वो आत्मा नहीं, परंतु वो आत्मा जो हमेशा हमारे जीवन में हमारे संग-संग चलती है और हमेशा हमें परमेश्वर की बातों को, परमेश्वर के उपदेशों को, परमेश्वर की शिक्षाओं को याद दिलाती है, जो हमेशा हमें परमेश्वर के साथ-साथ चलने के लिए प्रेरित करती है। वो आत्मा से हम भर जाएँ और उस आत्मा के साथ-साथ, उस आत्मा के पास-पास हम चलें। इस वचनों के साथ परमेश्वर आप सभी को आशीषित करे।